3 ദിവസത്തെ ഒരു യാത്ര. പോയത് വാഗമണിലേക്കാണ്. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ കൊണ്ടാണ് പോയത്. പോകുന്ന വഴിക്കോ നല്ല ചാറ്റൽ മഴയും. 2 കാറിലായിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഉമ്മ വീട്ടിലെ പരമ്പ് തന്നെ എടുക്കാൻ മറന്നില്ല. പിന്നെ പരമ്പൊക്കെ ഇട്ട് റോഡ് സൈഡിൽ ഇരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. രാത്രിത്തേക്ക് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും അപ്പമൊക്കെ കൊണ്ടുവന്ന കേട്ടോ. പിന്നെയാണെങ്കിൽ ഉമ്മ വീട്ടിൽ രാത്രി ചോറേ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഉമ്മാക്ക് സ്പെഷ്യലായിട്ട് ചോറും കൊണ്ടുവന്ന കേട്ടോ. രാത്രിയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നേ. പിന്നെ അവിടെ നിർത്തി ചായയൊക്കെ കുടിച്ച് കട്ടനൊക്കെ കുടിച്ച് പയ്യാണ് പോയത്. ഫ്രഷ് ആവാൻ വേണ്ടി ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്ന് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റൂമിൻ്റെ താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഇവിടെ ആയിരുന്നേ. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ യാത്ര വീണ്ടും തുടങ്ങി കേട്ടോ. പോകുന്ന വഴിയിലുള്ള യാത്ര പിന്നെ പറയണ്ടല്ലോ, എന്താ തണുപ്പ്. വാഗമണ്ണിൽ ആദ്യമായിട്ടാണേ പോണത്. നവംബർ ഡിസംബർ മാസം എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തണുപ്പല്ലേ. അപ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ പറയണ്ടല്ലോ, എന്താ കോട. കാണാൻ നല്ല സൂപ്പർ സ്ഥലമായിരുന്നേ. കാണാൻ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തി ആദൂനെയൊക്കെ കളിപ്പിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കോടയൊക്കെ കണ്ട് അങ്ങനെ പോയേട്ടോ. പിന്നെ സ്ഥലങ്ങൾ പറഞ്ഞുതരാനൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. എന്തായാലും സെറ്റ് സ്ഥലം തന്നെ കേട്ടോ. പിന്നെ കയറിയത് ഓഫ് റോഡാണ്. ഓഫ് റോഡിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, കുലുങ്ങി ഒരു പരുവായി. എന്നാലും കാണാൻ കൊണ്ടുപോയ സ്ഥലം സെറ്റ് സ്ഥലമായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജും കുറവായിരുന്നു. അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നേരം 5-6 മണിയായെങ്കിലും ഒരു 8 മണിയായ ഒരു സമയത്തുള്ള ഒരു ഇരുട്ടായിരുന്നു. മഞ്ഞ് മൂടിക്കിടന്നു കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ പറയുമ്പോഴേക്ക് ഈ കേട്ടോ പറയുന്നത് എന്താണെന്ന്. അത് കൂടെ പറഞ്ഞതാണേ. ജീപ്പിൽ നിന്നിറങ്ങി വീണ്ടും കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നേ. വീണ്ടും അവിടെ നിന്ന് പോയത് ഒരു റൂം എടുക്കാനായിരുന്നു. ഇനി നൈറ്റ് വണ്ടി ഓടാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഒരു റൂം എടുത്ത് റെസ്റ്റ് ചെയ്തിട്ട് രാവിലെ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. രാത്രിയത്തുള്ള വീഡിയോ എടുക്കാനൊന്നും ഫോണിൽ ചാർജ് ഇല്ലാത്ത സ്വിച്ച് ഓഫ് ആയി കിടന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.